ഓക്കെ. സോ നമ്മളെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നടത്താൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും രണ്ട് സബ്ജക്ട്സും ക്ലാസ്സസ് നടത്താൻ പോവാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സസ് നടത്തുമ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് കുറെ അധികം ടൈം ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. ഓക്കെ. അറൌണ്ട് 2.5 മാസമേ ഉള്ളൂ. സോ ഈ 2.5 മന്ത്സിനകത്ത് നമ്മൾ ഈ ക്ലാസ് നടത്തുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമർലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ തീരെ സബ്ജക്റ്റിനെ പറ്റി പറയില്ല എന്നല്ല, സബ്ജക്റ്റിനെ പറ്റി പറയും. ബിക്കോസ് എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുള്ളൂ ഇത് എന്താണ് ഏതാണെന്ന്. ഓൾസോ ബിക്കോസ് നമ്മുടെ ഇത് ഡിസ്റ്റൻസ് കോഴ്സ് ആയതുകൊണ്ട് പലരും ഈ എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഈവൻ അസൈൻമെന്റിന് പോലും നമ്മളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും പലരും കൃത്യമായി പഠിക്കാൻ ചാൻസ് കുറവാണ്. എക്സാം ടൈം ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പഠിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിനാരി ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് സബ്ജക്റ്റ് എന്നും എന്തിനാണെന്നും ഒക്കെ ഉള്ളത് കൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ സെഷൻ ഈ സെഷൻ അങ്ങനെയാണ് ലീഡ് ചെയ്ത് പോവുക. എല്ലാ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റ്സും നമ്മൾ എടുക്കില്ല. ഓക്കെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തീരില്ല. എക്സാമിന് ഏതാണോ ഇമ്പോർട്ടന്റ് അത് മാത്രം എടുത്തിട്ടാണ് പോകാൻ പോകുന്നത്. പിന്നെ ഈ ക്ലാസ് പ്രൈമറിലി മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് എടുക്കുക, ഇപ്പൊ പറയുന്ന പോലെ. ഓക്കെ. അപ്പൊ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓക്കെ. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്താ പഠിപ്പിക്കുന്നതെന്നുള്ളത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോഴും പലപ്പോഴും എല്ലാവരുടെയും കയ്യിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കും എന്നല്ല, ഇഗ്നോ തന്ന ടെക്സ്റ്റ് ബുക്ക് കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ. ഇനി അത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിന്റെ ടെക്സ്റ്റ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഷെയറും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വെക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്പ്രിങ്ങിന്റെ ടെക്സ്റ്റ്, എനിക്കത് ആക്ച്വലി ഇഷ്ടമാണ് സ്പ്രിങ്ങിന്റെ ടെക്സ്റ്റ്. അവരുടെ ടെക്സ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ കുറെ ടൈപ്പ് എറേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടെ കൺസൈസ് ആയിട്ടുള്ള കണ്ടന്റാണ്. അപ്പൊ അവരുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയാണെങ്കിലും നിങ്ങൾ കുറെ സമയം ഇല്ല നിങ്ങളുടെ കയ്യിൽ, പക്ഷെ മറ്റേ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ അത് വാങ്ങാം, ഇല്ലെങ്കിൽ അത് വാങ്ങണമെന്നില്ല, നമ്മുടെ ടെക്സ്റ്റ് ആയാലും മതി. എസ്പെഷ്യലി സെക്കൻഡ് ഇയർ ടോപ്പിക്സിന് എനിക്ക് സ്പ്രിങ്ങിന്റെ ടെക്സ്റ്റ് ഒന്നും കൂടെ നന്നായി തോന്നി. കാരണം നമ്മുടെ ഇഗ്നോന്റെ കണ്ടന്റിൽ കുറെ സാധനങ്ങൾ, കുറെ എറേഴ്സ് വന്നിട്ടുണ്ട് ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്ക്. ഞാൻ രണ്ടും എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു ഡിഫറൻസ് കണ്ടതാ. അപ്പൊ സ്പ്രിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുക. ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും കയ്യിലുണ്ടാവുക, നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവുക. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. ഒന്ന്, രണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊരു പ്ലാൻ ഉണ്ടാവണം. പഠിച്ചത് എഴുതാൻ പറ്റണം. ഓക്കെ. അപ്പൊ അതാണ് നമുക്കിവിടെ ഏറ്റവും വലിയ ഫോക്കസ്. ഇപ്പൊ എൻ്റെ അടുത്ത് ഇതുപോലെ ഈ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുറെ പേര് പറയുകയും ചെയ്തു അവർ ആദ്യം തൊട്ടേ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ ക്വിക്കായിട്ട് പറയാണ്. നമ്മുടെ ഇഗ്നോന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യലി 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ്സ് കാര്യങ്ങൾ, അതായത് നമ്മൾ സബ്മിഷൻസ് ആണ്, 2 എക്സാംസ് ആണ്. ഓക്കെ. അപ്പൊ സബ്മിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് വരുന്നത് അസൈൻമെന്റ് ആണ്. അപ്പൊ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇയർ തുടങ്ങിക്കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അസൈൻമെന്റ് സബ്മിഷൻസ്. 1 വർഷം കഴിഞ്ഞാണ് എക്സാം തുടങ്ങുക. അപ്പൊ നമ്മൾക്ക് ജൂലൈ 23 ബാച്ച് ആണെങ്കിൽ ജൂലൈ 23 സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ജൂൺ 24ലാണ് ഫസ്റ്റ് എക്സാം എഴുതാൻ പറ്റുക. അപ്പൊ ജൂൺ 24 എക്സാം എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പത്തെ മാർച്ചിലാണ് അസൈൻമെന്റ് സബ്മിഷൻ വരുന്നത്. അതേപോലെ ജാൻ 23 ബാച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ ജാൻ 24 ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ 25 ആണ് എക്സാം എഴുതാൻ പറ്റുക. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള സെപ്റ്റംബർ ആണ് നിങ്ങളുടെ സബ്മിഷൻ. അപ്പൊ എല്ലാ എക്സാമിനെയും തൊട്ടുമ്പോ ജൂൺ എക്സാം ആണെങ്കിൽ അതിന്റെ മുമ്പത്തെ മാർച്ചും ഡിസംബർ എക്സാം ആണെങ്കിൽ അതിന്റെ മുമ്പത്തെ സെപ്റ്റംബറിലുമാണ് നമ്മുടെ അസൈൻമെന്റ് സബ്മിഷൻ. ഈ അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി കൊണ്ട് അവിടെ കൊടുക്കാം നമ്മുടെ അസൈൻമെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് സബ്മിഷൻ ചെയ്യാം. ഞാനത് ചെയ്തിട്ടില്ല, ആരെയും നമ്മുടെ RC എനിക്ക് പരിചയമില്ല. അത് ഞാൻ കണ്ടിട്ടുള്ള മാക്സിമം മുംബൈയിൽ നിന്നും നാഗ്പൂർ, പൂനെ ഇവിടെയൊക്കെ ഉള്ള RCയിലുള്ള ആൾക്കാരാണ് നമ്മുടെ നാഷണൽ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കണ കണ്ടിട്ടുണ്ട്. അവർ സബ്മിറ്റ് ചെയ്യുന്നു, അവിടെ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ഇഗ്നോന്റെ അഡ്രസ്സിലേക്ക് വെച്ച് അയക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റിന്റെ റെസീറ്റ് കിട്ടും.
അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് അയക്കാം. അസൈൻമെന്റ് എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് വർഷമാണോ സബ്മിറ്റ് ചെയ്യുന്നത് ആ വർഷത്തെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കിനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. MAPC ഇഗ്നോ നമ്മൾ ഏതാ എക്സാം വെക്കാൻ ഉദ്ദേശിക്കുന്നത് 25 ഡിസംബറിലെ എക്സാം ആണെങ്കിൽ 25 എന്നുള്ള അസൈൻമെന്റ് സെർച്ച് ചെയ്യാം. ഇനി അടുത്ത കൊല്ലം അടുത്ത ജൂണിലാണ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ 26 എന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് 26ന്റെ അസൈൻമെന്റ് കൊണ്ടുവയ്ക്കണം. ഓക്കെ. അപ്പൊ അടുത്ത മാർച്ചിലാണ് സബ്മിഷൻ ഉദ്ദേശിക്കുന്നവരെങ്കിൽ നിങ്ങൾ 26ന്റെ അസൈൻമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ സെപ്റ്റംബർ 30 അല്ലെങ്കിൽ ഈ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒക്ടോബറിന്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർ നിങ്ങൾ 25ലെ അസൈൻമെന്റ്സ് വേണം സബ്മിറ്റ് ചെയ്യാൻ. തിയറി എക്സാം സെക്കൻഡ് നമുക്കുള്ളത് തിയറി എക്സാം ആണ്. തിയറി എക്സാം ഒക്കെ ഇപ്പൊ ഒറ്റ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് നമുക്ക് ചൂസ് ചെയ്യണം അതെല്ലാം ചൂസ് ചെയ്യാം. അതെല്ലാത്തിലും കൂടെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ജാസ്മിൻ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. അപ്പൊ നമ്മൾ തിയറി എക്സാം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് ഇയറിൽ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പ്രാക്ടിക്കലും കൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. പ്രാക്ടിക്കൽസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു സബ്ജക്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ 200 റുപ്പീസേ ഉള്ളൂ. അത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പ്രാക്ടിക്കൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിന്റെ ലേറ്റ് ഫീ അടയ്ക്കണം. അതൊരു 1600 ആണ് ക്ലാസ്സിനുള്ളതും. അത് കഴിഞ്ഞ് എക്സാമിന് ഒരു 1300. അത് തിരിച്ച് ഈ രീതിയിൽ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊരു വലിയ എമൗണ്ട് ആണെന്ന് തോന്നുന്നവർക്ക് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഓൺ ടൈം അടയ്ക്കുക തന്നെ വേണം. സെയിം നമ്മുടെ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ മാത്രമല്ല ഇന്റേൺഷിപ്പിന്റെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. ഇന്റേൺഷിപ്പ് ഒരു സബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. പ്രോജക്റ്റ് എടുത്തിട്ടുള്ളവർ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിക്ക് പകരം പ്രോജക്റ്റ് എടുത്തിട്ടുള്ളവർ അതും കൂടെ സെലക്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം നിങ്ങളുടെ തിയറി എക്സാമിന്റെ ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾ കൊടുക്കാൻ. ഓക്കെ. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ള നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആ. ഇപ്പൊ നമ്മുടെ ബാച്ചിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് നമ്മുടെ ജൂൺ 24-ലായിരുന്നു നമ്മുടെ ഫസ്റ്റ്. നമ്മളെന്ന് പറയണത് ജൂലൈ 23-യുടെ സ്റ്റുഡൻസിനെയാണ്. ജൂൺ 24 കാവ്യ സൗണ്ട് വീണ്ടും പോയി. കാവ്യ ഒടിവിലല്ല. പറഞ്ഞ ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പരമാവധി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരെ അറ്റൻഡ് ചെയ്യുക. പ്രാക്ടിക്കൽ എക്സാം പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് ചെയ്യാൻ ക്ലാസ് നമുക്ക് 4 ദിവസമുണ്ട്. എക്സാം 10 ദിവസമേ ഉള്ളൂ. ഒറ്റ ദിവസത്തിൽ നിങ്ങൾക്ക് വീഡിയോ റീഷെഡ്യൂൾ ചെയ്യാം. 4 ദിവസത്തെ ക്ലാസ് റീഷെഡ്യൂൾ ചെയ്യാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇപ്പൊ തന്നെ ഇപ്പോഴും കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? ഹലോ. ഇപ്പൊ കേൾക്കാമോ? ഇല്ല, ക്ലിയർ അല്ല. ക്ലിയർ അല്ല കാവ്യ. നേരത്തെ നല്ല ക്ലിയർ ആയിരുന്നു, പെട്ടെന്ന് അത് പോയി. ഇപ്പൊ ആദ്യത്തെ പോലെ തന്നെ ആയി. നോ നോ.
ഇല്ല കാവ്യ. ഇല്ലല്ലോ കാവ്യ, ഇപ്പോഴും സെയിം ആണ്. ഒന്നുകൂടെ പറയോ? നോ, ഇറ്റ്സ് ലൈക്ക് ദ ഓൾഡ് വേ ഓൺലി. ഇപ്പോഴും പഴയ പോലെയാ. ഹായ്, ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? ഇപ്പൊ കേൾക്കാമോ? യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ടോട്ടൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ് സബ്മിഷനാണ് പറഞ്ഞു കഴിഞ്ഞത്. അല്ല, അസൈൻമെന്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, പ്രാക്ടിക്കൽസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അസൈൻമെന്റ്സും പ്രാക്ടിക്കൽസും കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേൺഷിപ്പാണ്. ഓക്കെ, ഇന്റേൺഷിപ്പിന് നമ്മൾ സെക്കൻഡ് ഇയറിൽ, സോറി, ഇന്റേൺഷിപ്പ് അല്ല, അതിന് മുമ്പേ നമുക്കുള്ളത് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ്സസ് നിങ്ങൾ പരമാവധി ഇപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും അറ്റൻഡ് ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 days ആണ് ഫസ്റ്റ് ഇയറിൻ്റെ പ്രാക്ടിക്കൽസ്, 3 days, 2.5 days ആണ് സെക്കൻഡ് ഇയർ. സോ അതാണ് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നത്. സോ നിങ്ങൾ പരമാവധി മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇപ്പം നമ്മുടെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയണം, ഇപ്പം കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് 23 ജൂലൈ ബാച്ചിൻ്റെ. അത് കഴിഞ്ഞിട്ടേ ഇനി ജൂനിയർ ബാച്ചസിൻ്റെയൊക്കെ നടക്കുള്ളൂ. സോ പരമാവധി ഫാസ്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം വിളിക്കുന്ന അനുസരിച്ച്, അഗൈൻ പ്രാക്ടിക്കൽ ക്ലാസ് ആയാലും എക്സാം ആയാലും വിളിക്കുന്ന അനുസരിച്ചാണ്, ബട്ട് അറ്റ്ലീസ്റ്റ് വരുന്നത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ജോയിൻ ചെയ്ത് 1 year കഴിഞ്ഞ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാം, ഇന്റേൺഷിപ്പിന് പോവാം, ഇന്റേൺഷിപ്പ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ സബ്മിഷനുണ്ട്. അതുപോലെ നമുക്കുള്ള അടുത്തൊരു അതിൻ്റെ കൂടെ ഇതിൻ്റെ വൈവ ഉണ്ട്. സോ നമ്മൾ തിയറി എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പും അതിൻ്റെ കൂടെ സബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. അതുപോലെയുള്ള അടുത്ത സാധനം, ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് RC കലൂറിൽ ഓൺലൈനിലാണ് ഇന്റേൺഷിപ്പ് വൈവ നടക്കുന്നത്. സോ അത് നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിസ് ചെയ്യാതെ കഴിവതും നോക്കുക. അതുപോലെ നെക്സ്റ്റ് ഉള്ള സാധനം നമുക്ക് പ്രോജക്റ്റ് ആണ്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 046 അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് സെക്കൻഡ് ഇയറിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രോജക്റ്റ് എടുക്കാം. ഓക്കെ, ഏത് സ്പെഷ്യലൈസേഷൻ സെക്കൻഡ് ഇയറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ കൗൺസിലിംഗ് അല്ലെ ഓർഗനൈസേഷൻ. ഇതിനകത്ത് ഏതാണെങ്കിലും ഏതിൻ്റെ കൂടെയും നമുക്ക് പ്രോജക്റ്റ് ഓർ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ചൂസ് ചെയ്യാം. അപ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോജക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് പ്ലാൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പേപ്പർ എഴുതാൻ പ്ലാൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ടൈമും റിസോഴ്സസും ഉണ്ടെങ്കിൽ മാത്രം പ്രോജക്റ്റ് എടുക്കുക. നമുക്ക് ഒന്ന് ജസ്റ്റ് നോളജിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ടോ നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് സൈക്കോളജി എടുക്കുന്നതായിരിക്കും ബെറ്റർ, തീർത്ത് പോവുക എന്നുള്ളൊരു നീഡ് ഉള്ളതുകൊണ്ട്. ഓക്കെ, പ്രോജക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ സെക്കൻഡ് ഇയർ നമ്മൾ ജൂലൈ ബാച്ചിലുള്ളവർ
സെക്കൻഡ് ഇയർ ജൂണിൽ നമ്മൾ റീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒക്ടോബർ 31-നാണ് നമ്മുടെ സബ്മിഷൻ വരുന്നത്. സിനോപ്സിസ് പ്രോജക്റ്റിനെ പറ്റി ഒരു ചെറിയൊരു റിപ്പോർട്ട്, എന്താ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുമ്പ് നമ്മൾ ഗൈഡ് കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. നമ്മൾ ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഈ സിനോപ്സിസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ. അത് ഒക്ടോബറിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിവെയർ ബിറ്റ്വീൻ ജനുവരി മുതൽക്ക് ഒരു മാർച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ അപ്രൂവൽ ആയോ ഇല്ലേ, റിജക്റ്റ് ആയോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത് അപ്രൂവൽ ആയാൽ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട്, ഫൈനൽ സ്റ്റഡി ചെയ്യുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കറക്ഷൻസ് വരുത്തുക, എന്നിട്ട് അതൊന്നും കൂടെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് പിന്നെയും കറക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. അത് നമുക്ക് റിജക്ഷൻ ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് കൃത്യം മെയ് 31-ൻ്റെ ഉള്ളിൽ ഫൈനൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. റിജക്ഷൻ വന്നാൽ നമുക്ക് ആ സെമിസ്റ്ററിൽ പറ്റാൻ ചാൻസ് കുറവാണ്. അടുത്ത സെമിസ്റ്ററിലേക്ക് നമുക്ക് നമ്മുടെ സബ്മിഷൻ യൂഷ്വലി നീങ്ങേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് നമുക്ക് MAPCയിൽ തീർക്കാനുള്ള ഇത്. പക്ഷേ ഇതിനകത്ത് ഇത് ഒരു സാധനവും ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഓർഡറിൽ ഇതൊന്നും നടന്നില്ലെങ്കിലും നമുക്ക് ഇനി ഓർഡറിൽ ചെയ്യാം. ഒറ്റ കാര്യമുള്ളൂ, അസൈൻമെൻറ്റ്സ് നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പേ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് തിയറി എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഇയറിൽ എഴുതി പിന്നെ സെക്കൻഡ് ഇയർ എഴുതാം, അല്ലെങ്കിൽ ആദ്യം സെക്കൻഡ് ഇയർ എഴുതി പിന്നെ ഫസ്റ്റ് ഇയർ എഴുതുക, അങ്ങനെയൊന്നും ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ആദ്യം അറ്റൻഡ് ചെയ്യുക, ഇന്റേൺഷിപ്പ് ആദ്യം ചെയ്യുക, പ്രോജക്റ്റ് ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞ് തിയറി ചെയ്യുക, ഇങ്ങനെ ഓർഡർ മാറുന്നതിലൊന്നും ഇഗ്നോന് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കംഫർട്ടിനും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു ടൈം ലൈനാണ്. ജൂലൈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ജൂലൈയിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ അസൈൻമെൻറ്റ്സ് റിലീസാവും. 31 മാർച്ച്, അടുത്ത വർഷം 31 മാർച്ചിലായിരിക്കും അസൈൻമെൻറ്റ് സബ്മിഷൻ വരുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും നമ്മൾ എക്സാമിന് വേണ്ടി, ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ജൂണിലാണ് എക്സാംസ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ റീ രജിസ്ട്രേഷൻ വരും. അത് കഴിഞ്ഞ് പിന്നെയും നമുക്ക് അടുത്ത സെക്കൻഡ് ഇയറിൻ്റെ അസൈൻമെൻറ്റ് റിലീസ് വരുന്നത് പിന്നെയും ഓഗസ്റ്റ് സെപ്റ്റംബർ പീരീഡിൽ. അത് കഴിഞ്ഞ് 31 ഒക്ടോബറിൽ സിനോപ്സിസ് എടുത്തവർക്കാണെങ്കിൽ സിനോപ്സിസ് സബ്മിഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും അസൈൻമെൻറ്റ് സബ്മിഷൻ വരുന്നത് പിന്നെയും സെക്കൻഡ് ഇയറിൽ 31 മാർച്ചിലാണ്. നമുക്കത് കഴിഞ്ഞ് പിന്നെ അടുത്ത കൊല്ലത്തെ സെക്കൻഡ് ഇയറിലെ എക്സാം ആപ്ലിക്കേഷൻ, അത് പിന്നെയും വരുന്നത് മാർച്ച് ഏപ്രിൽ ടൈം പീരീഡിൽ. അത് കഴിഞ്ഞ് നമുക്ക് 31 മെയ്യുടെ ഉള്ളിൽ ഇന്റേൺഷിപ്പിൻ്റെ റിപ്പോർട്ടും പ്രോജക്റ്റ് റിപ്പോർട്ടും സബ്മിഷൻ വരും. ഇത് ഇത്രയും സബ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അടുത്ത ജൂണിൽ നമ്മുടെ എക്സാംസ്. ഇങ്ങനെ 2 കൊല്ലം കൊണ്ട് ഐഡിയലി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ടൈം ലൈൻ. സെയിം സാധനമാണ് ജനുവരി തുടങ്ങിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും. അതിനകത്ത് ചെറിയ മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ജനുവരി തുടങ്ങുന്നവർക്കും ഇതേപോലെ തന്നെ 2 വർഷമായിട്ട് നമ്മുടെ കോഴ്സ് തീർക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ കോഴ്സിനുള്ളത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി ആണെങ്കിലും ഗ്രൂപ്പിലും ഞാൻ കുറേ പേര് ഈ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഒറ്റ കാര്യം, ഇപ്പോൾ തിയറിയുടെ ക്ലാസ്സിന് വേണ്ടിയാണ് നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നത്. സോ നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ നടന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ഡിസംബറിൽ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ സെപ്റ്റംബർ 30, അതായത് നെക്സ്റ്റ് ട്യൂസ്ഡേ, അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഐഡിയൽ എക്സ്പെക്റ്റേഷൻ. പക്ഷേ യൂഷ്വലി നമ്മൾ കാണുന്നത് ഒരു ഒക്ടോബർ 31 വരെ അല്ലെങ്കിൽ നവംബർ 15 വരെ നമുക്ക് ഇഗ്നോ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെങ്കിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണോ എന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം കുറേ പേര് സംശയം ചോദിച്ചിരുന്നു. ഞാൻ RCയിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലാത്തവർ എക്സാം എഴുതരുത്. കാരണം നമ്മുടെ എക്സാം ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു അണ്ടർടേക്കിംഗ്, ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അസൈൻമെൻറ്റ് എഴുതിക്കൊള്ളാം എന്നാണ്, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തോളാം എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ചില സമയത്ത് ഇവാലുവേറ്റ് ചെയ്യും, പക്ഷെ ഇവാലുവേറ്റ് ചെയ്താലും അത് ഇൻവാലിഡായി പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അസൈൻമെൻറ്റ് സബ്മിഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ വന്നിട്ടുള്ള കുറച്ച് പേരും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അവർ എഴുതി തുടങ്ങിയിട്ടില്ല, എഴുതാൻ പറ്റുമോ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എഴുതാൻ കംഫർട്ട് തോന്നുന്ന സബ്ജക്ട്സ്, എക്സാം എഴുതാൻ കംഫർട്ട് തോന്നുന്ന സബ്ജക്ട്സ്, അതിൻ്റെ അസൈൻമെൻറ്റ്സ് ആദ്യം എഴുതുക, എന്നിട്ട് ആ എക്സാംസ് എഴുതുക. ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വേറെ ഓർഡറോ റൂളോ ഒന്നും നോക്കണ്ട. ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ എന്നൊന്നും നോക്കണ്ട. നിങ്ങളുടെ കംഫർട്ടിന് നിങ്ങൾക്ക് എന്താണ് കംഫർട്ട് തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഐ തിങ്ക് ഡൗട്ട് ഇല്ല. അതുപോലെ എൻ്റെ അടുത്ത് ആരും സൗണ്ടിൻ്റെ പ്രോബ്ലം പറയുന്നില്ലാത്തതുകൊണ്ട് ഞാൻ സമാധാനത്തിൽ പോവുകയാണ്.
നമുക്ക് ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ എക്സാം സ്ട്രാറ്റജി. ഇതിനു വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ് മെയിൻലി വെച്ചേക്കുന്നത്. ഓക്കെ, എക്സാം സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എക്സാമിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാ സബ്ജക്റ്റിനും, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും, എസ്പെഷ്യലി ഫസ്റ്റ് ഇയറിലെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്ന കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി നമ്മൾ അവിടുന്ന് തിരിച്ച് റീ എഞ്ചിനീയർ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏത് ക്വസ്റ്റ്യൻസ് വരും എന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ജൂൺ പാറ്റേണിനൊന്ന്, ഡിസംബർ പാറ്റേണിനൊന്ന്, അങ്ങനെ ഒരു കാര്യം വരാറുണ്ട്. അതുപോലെ തന്നെ അടുപ്പിച്ച് ഒരു 2-3 കൊല്ലത്തേക്ക് ഒരു സ്ട്രാറ്റജി, ആ രീതിയിലും വരും. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ടോപ്പിക്സ് ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റാനൊരു നല്ല സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു സബ്ജക്റ്റിൽ കറൻ്റ്ലി 16 യൂണിറ്റ്സ്. അപ്പം നമ്മുടെ സബ്ജക്ട്സ് എല്ലാം നമ്മുടെ കോഴ്സിലെ ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്ട്സും 4 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ്. അപ്പോൾ ടോട്ടലി 16 ലെസൺസ് അല്ലെങ്കിൽ 16 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഓരോ സബ്ജക്റ്റിലുള്ളത്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് 16 ലെസൺസിന് പകരം നമുക്ക് ഓൾ 16 ലെസൺസ് പഠിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു 8 to 10 ടോപ്പിക്സ് പഠിച്ചാൽ മതി മാക്സിമം. അത് നേരെ പകുതിയായിട്ട് കുറഞ്ഞു വരികയാണ്. 1-2 സബ്ജക്ട്സിന് 8 പോലും വേണ്ട. പക്ഷേ നമുക്കൊരു 8 to 10 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ടിരിക്കാം, നമുക്ക് ഈസിലി പാസ്സാവാൻ പറ്റും. ഒരു 20s to 30s മാർക്ക് കിട്ടും. ഞാൻ ആ 20s to 30s എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ടോപ്പിക്ക് പറയുമ്പോൾ പറയാം. പക്ഷെ ഡെഫിനറ്റ്ലി പാസ്സാവുന്നുള്ള ഗ്യാരൻറ്റിയാണ്. സബ്ജക്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും എന്നുള്ളതും ഗ്യാരൻറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടോപ്പിക്സ് ആണ്. എല്ലാം പഠിക്കില്ല, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എടുത്ത് മാത്രമേ പഠിക്കുള്ളൂ. തീർക്കണം എന്ന ഉദ്ദേശം കൊണ്ടും പാസ്സാവണം എന്ന ഉദ്ദേശം കൊണ്ടുമാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളത് എൻ്റെ അടുത്ത് കുറച്ച് പേര് അതും ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ ഡിസംബറിൽ എക്സാമിന് ശേഷം അല്ലെങ്കിൽ എക്സാമിന് മുന്നേ ഡിസംബറിൽ ഈ ക്ലാസ്സസ് കഴിഞ്ഞിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. അത് അതുപോലെ തന്നെ ഇപ്പം നടത്തുന്നതിൻ്റെ ഓർഡറും പലരും ചോദിച്ചിരുന്നു. ഇപ്പം നടത്താൻ പോകുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക്, അതായത് ഈ വീക്കാണ് ഫസ്റ്റ് വീക്ക്. ഫസ്റ്റ് വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ MPC 001-ഉം MPC 002-ഉം വെച്ചാണ്. ഓക്കെ, MPC 1-ഉം 2-ഉം 2 സബ്ജക്ട്സ് ഒരുമിച്ച് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 സബ്ജക്ട്സ് പഠിപ്പിക്കാനുള്ളതുണ്ട്. MPC 1 മുതൽ 6 വരെയുണ്ട്. അതുപോലെ സെക്കൻഡ് ഇയറിലെ ക്ലിനിക്കലിലെ 3 സബ്ജക്ട്സും കൗൺസിലിൻ്റെ 3 സബ്ജക്ട്സും ഉണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ 12 സബ്ജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരാഴ്ചയിൽ 2 സബ്ജക്ട്സ് പറഞ്ഞേക്കുന്നത്. അതുപോലെ മുമ്പ് തന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് എല്ലാവരുടെയും പ്രയോറിറ്റി നോക്കിയിട്ടാണ് മോർണിംഗ് 11 AM to 1 PM-ഉം അതുപോലെ ഈവനിങ് 9 PM to 11 PM ആയിട്ട് ക്ലാസ്സസ് വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡഡ് വേർഷൻ എല്ലാ ക്ലാസ്സിൻ്റെയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും റെക്കോർഡിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് നടത്തുമ്പോൾ വേറെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി, ഇവിടെ ഒരു ചെറിയ ഡിസ്റ്റൻസ് വന്നാണ്. ക്ലാസ് നടത്തുമ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഓർഡറാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 1-ഉം 2-ഉം വെച്ചാണ്. കാരണം രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം കുറച്ചധികം പഠിക്കാനുള്ള സബ്ജക്ട്സ് ആണ് 1 and 2. ഓക്കെ, സെയിം ആണ് 3-ഉം 5-ഉം. അപ്പം അതേ ഓർഡറിലാണ് ഫസ്റ്റ് വീക്ക് 1-ഉം 2-ഉം നടത്തും, നെക്സ്റ്റ് വീക്ക് 3-ഉം 5-ഉം നടത്തും. ഓക്കെ, 4-ഉം 6-ഉം ഞാൻ ഇപ്പം നടത്തില്ല, ഫസ്റ്റ് നടത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇയർ ടോപ്പിക്സിലോട്ടാണ് പോവാം. സെക്കൻഡ് ഇയർ ടോപ്പിക്സ് എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് 2 വെച്ച് 6 സബ്ജക്ട്സ് എടുക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് ഫസ്റ്റ് ഇയറിലെ 4-ഉം 6-ഉം എടുക്കുന്നത്. 4 സോഷ്യൽ സൈക്കോളജിയാണ്. അതിനും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പഠിക്കണം എന്ന്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് കുറേ പേർക്ക് ടെൻഷനുണ്ട്, ടഫാണ്, മാത്സ് ആണെന്നൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അത് ആക്ച്വലി ലാസ്റ്റിലേക്ക് മാറ്റിയതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് നമുക്ക് 6 പഠിക്കാൻ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ 6 പഠിച്ച് ഏറ്റവും മിനിമം ടൈമും മിനിമം എഫേർട്ടും വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് 6 പഠിക്കാൻ പറ്റുക എന്നൊരു രീതിയിലുള്ള മെത്തേഡിൽ അതിൻ്റെ കണ്ടൻറ്റ് റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട്
ആരും ലാസ്റ്റാണ് 6 എന്നുള്ള രീതിയിൽ ടെൻഷൻ ആവണ്ട. നമുക്ക് ലാസ്റ്റ് വെക്കാൻ കാരണം ഒരു സ്പെഷ്യൽ റീസൺ ഉണ്ട്. ഓക്കെ, 4ഉം അതുപോലെ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്ച്വലി സബ്ജക്റ്റ് പഠിക്കാൻ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, സോഷ്യൽ സൈക്കോളജി. ഓക്കെ, പക്ഷെ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാൻ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല 4. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുടക്ക സമയത്ത് നമ്മൾ ഇഷ്ടംപോലെ സമയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഉഴപ്പാനൊരു ചാൻസ് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ എല്ലാവരും വളരെയധികം എഫേർട്ട് ഇട്ട് പെട്ടെന്ന് പഠിച്ചു തീരും. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു എഫേർട്ടും ആ ഒരു തിരക്കും സത്യം പറഞ്ഞാൽ 4ന്റെ കേസിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. സെയിം ആണ് 6ന്റെ കേസിൽ. അപ്പം അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചേക്കുന്നത്. നമുക്ക് പഠിക്കാൻ സത്യം പറഞ്ഞാൽ അത്ര ക്വാണ്ടിറ്റി ഉള്ളൂ, ക്വാണ്ടിറ്റി അധികമില്ല. പക്ഷെ നമ്മൾ ആ ഇടുന്ന എഫേർട്ടിലാണ് നമുക്ക് 4ഉം 6 ഇത്തിരി വ്യത്യാസമായിട്ട് വരുന്നത്. പക്ഷെ 1, 2, 3, 5 ഇത് 4 നമ്മൾ നല്ല തറവായിട്ട് അറിഞ്ഞിരിക്കേണ്ട സബ്ജക്ട്സ് ആണ്. അതുകൊണ്ടാണ് ഇത് ആദ്യം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് റിവൈസ് ചെയ്യാനും നോക്കാനും ഒക്കെ കുറച്ച് സമയം കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 1, 2, 3, 5 ഈ 4 സബ്ജക്ട്സും ആദ്യം എടുത്തിട്ട് 4ഉം 6ഉം ലാസ്റ്റ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, സെക്കൻഡ് ഇയറും കഴിഞ്ഞിട്ടാണ് ഞാൻ 4ഉം 6ഉം എടുക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക്സ് ഞാൻ പറഞ്ഞു, ഇത് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. എഴുതുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എത്ര പേജസ് ആണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് 3 സെക്ഷനുണ്ട് എക്സാമിൽ. സെക്ഷൻ 1 എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, 10 മാർക്സ് ഈച്ച്, 20 മാർക്സ് അങ്ങനെ ടോട്ടലി വരും. നമുക്ക് സെക്ഷൻ 2 എന്ന് പറയുന്നത് നമുക്ക് സെക്ഷൻ 2 വരുന്നത് 6 മാർക്കാണ്. ഓക്കെ, അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് 4 എണ്ണം വെച്ചാണ് എഴുതേണ്ടത്. സോ 24 മാർക്സ് വരും. ഓക്കെ, സെക്ഷൻ 3 നമുക്ക് വരുന്നത് 2 ക്വസ്റ്റ്യൻ 3 മാർക്സ് ഈച്ച്, അപ്പോൾ 6 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും അധികം മാർക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ബി ആണ്, 24 മാർക്സ്. പലപ്പോഴും പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ലാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. യൂഷ്വലി ഫസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ 10 മാർക്കിന് 2 ക്വസ്റ്റ്യനും ഭയങ്കര അധികം ടൈം കൺസ്യൂം ചെയ്യും. നമുക്ക് 2 മണിക്കൂറിൻ്റെ എക്സാമാണ് 50 മാർക്സിന്. അത് എഴുതി തീരാൻ ടിപ്പിക്കലി എല്ലാവർക്കും ബുദ്ധിമുട്ട് വരാറുണ്ട്. നന്നായി പഠിച്ചാലും ഒക്കെ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഴുതി തീർക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് നമ്മൾ ഈ 10 മാർക്സിന് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സെക്ഷൻ സിയോ അല്ലെങ്കിൽ സെക്ഷൻ ബിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 24 മാർക്സിൻ്റെ സെക്ഷൻ ആണ് സെക്ഷൻ ബി, അത് വെച്ച് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം സി 6 മാർക്കേ ഉള്ളൂ, പെട്ടെന്ന് എഴുതി തീരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 6 മാർക്കും പിന്നെ ആ 24, എന്നാലും നിങ്ങൾക്ക് 6 + 24 30 മാർക്സ് ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റും. തിരിച്ച് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് ആൾക്കാർ ഫസ്റ്റ് സെക്ഷൻ തുടങ്ങും, സെക്ഷൻ എ എഴുതും, 20 മാർക്സിൻ്റെ അറ്റംപ്റ്റ് ചെയ്യും. അപ്പോഴേക്കും തന്നെ ഇനി ബാക്കി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 20 മിനിറ്റ്സോ അത്രയൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ തീരില്ല എന്ന് വിചാരിച്ച് പിന്നെ പോയി സെക്ഷൻ സി അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് 26 മാർക്കൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പലർക്കും പറ്റാറുള്ളൂ. അതുകൊണ്ടും കുറേ പേർക്ക് മാർക്ക് കുറയാറുണ്ട്. അപ്പോൾ നമുക്ക് സെക്ഷൻ ബി വെച്ച് തുടങ്ങിയിട്ട് ആ റൈറ്റിങ്ങിൽ അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം നമ്പർ ഓഫ് പേജസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് പേജസ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നോട്ടായിട്ടും തരാം, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നമ്മുടെ സെക്ഷൻ സി 3 മാർക്ക് ക്വസ്റ്റ്യൻ, മാക്സിമം 1 പേജ് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. നമുക്ക് തോന്നും അതിലും കുറവ് മതി, പോയിന്റ്സ് മതിയല്ലോ എന്ന്. പക്ഷേ ഇഗ്നോയിൽ കണ്ടൊരു കാര്യം, പോയിന്റ്സിനല്ല മാർക്ക്, പേജസും കൂടെ ഫില്ല് ചെയ്യുന്ന അവർ കണ്ടന്റ് നോക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ പേജസ് ഒപ്പം നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 മാർക്ക് ക്വസ്റ്റ്യന് 1 പേജ് എഴുതാം. 6 മാർക്ക് ക്വസ്റ്റ്യനുള്ള സെക്ഷൻ ബി, ഓക്കെ, അതിന് നിങ്ങളൊരു 3 പേജസ് 2 to 3 പേജസ് ഓരോ ആൻസറിന്. പേജ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡാണ് ഉദ്ദേശിച്ച്. അപ്പോൾ 2 to 3 പേജസ് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വരുമ്പോൾ നിങ്ങൾ ഒരു 5 പേജസ് വരെ എഴുതാൻ നോക്കാം, എന്നാലേ നമ്മുടെ എഴുതി തീരുള്ളൂ. ഇൻ ദ സെൻസ് നമുക്ക് ടോട്ടലി 26 റൈറ്റിംഗ് ഷീറ്റ്സ് ഉണ്ട്. ആ 26 റൈറ്റിംഗ് ഷീറ്റ്സിനകത്ത് ഒരു 20+ പേജസ് എഴുതാൻ ശ്രമിക്കുക. 26 പേജസ് ആണ്, ഷീറ്റ്സ് അല്ല. 26 പേജിലെ ഒരു 20ൻ്റെ മേലെ പേജസ് എഴുതാൻ ശ്രമിക്കുക.
അങ്ങനെ എഴുതുന്നവർക്കാണ് ടിപ്പിക്കലി മാർക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ പോയിന്റ്സ് മാത്രം എഴുതിയിട്ടോ ബുള്ളറ്റ് ആയിട്ട് മാത്രം എഴുതി കഴിഞ്ഞാലോ നമ്മൾ കാര്യമായിട്ട് മാർക്ക് കാണുന്നില്ല. ഓക്കെ, ഇഗ്നോൻ്റെ ഒരു എക്സ്പീരിയൻസ് എഴുതി കഴിഞ്ഞാൽ എല്ലാവരുടെയും എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് പേജസ് എഴുതിയിട്ടുണ്ടാവും എന്നൊന്ന് ഉറപ്പ് വരുത്തണം. മിനിമം 20 പേജസ് വരെ എഴുതി നോക്കുക. കാരണം നമ്മൾ ആദ്യമൊക്കെ എഴുതുമ്പോൾ പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. ഒരു 10, 12, 13 പേജ് വരെയൊക്കെ സാധാരണയായിട്ട് നമ്മൾ എഴുതുള്ളൂ. കാരണം നമ്മൾ പോയിന്റ്സ് എല്ലാം കൊള്ളിച്ച് കാണും, ബുള്ളറ്റ്സ് ഇട്ട് എഴുതുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യും, മാർക്ക് ചെയ്യും, ഹൈലൈറ്റ് ചെയ്യും. ഇതൊക്കെ ആണെങ്കിലും അത് മാത്രം വെച്ച് നമുക്ക് ഇഗ്നോയിൽ യൂഷ്വലി മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ നമ്പർ ഓഫ് പേജസും അതുപോലെ ഏത് സെക്ഷൻസ് ആദ്യം എഴുതുന്നു എന്നുള്ളതും അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്സ് കിട്ടണം എന്നൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം സ്ട്രാറ്റജിക്ക് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഞാൻ പരമാവധി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടന്റ് തരാം PDF ആയിട്ട്. പക്ഷേ എങ്ങനെ വന്നാലും നിങ്ങൾ നിങ്ങളുടേതായ ചെറിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് എക്സാമിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ ഗ്യാപ്പില്ല. അത്രയധികം ലോങ് എക്സാമാണ് നമ്മുടെ 2 മണിക്കൂറിൻ്റെ. അപ്പം നമുക്ക് ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റണം. ഇപ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഇപ്രാവശ്യം ഞാൻ സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്ക് ക്ലിനിക്കലിലെ ഒരു ടോപ്പിക്ക് പറയാം. ഷീസോഫ്രീനിയയുടെ ക്വസ്റ്റ്യനും ഷീസോയിഡ് പേഴ്സണാലിറ്റിയും ഇത് രണ്ടും പെട്ടെന്ന് പലർക്കും തെറ്റിപ്പോയിട്ടുണ്ട്. കാരണം എളുപ്പമാണ് തെറ്റിപ്പോൻ ഷീസോഫ്രീനിയും ഷീസോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഷീസോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എഴുതാനുള്ള ഒരു പകുതി കാര്യങ്ങളെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ, ഓക്കെ, അത്ര ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ എഴുതി ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ എഴുതി തുടങ്ങിയത് വേറൊന്നാണ്, എനിക്കത് കറക്റ്റ് ചെയ്യാം എന്നെങ്കിലും വരുള്ളൂ. ഇല്ല, നിങ്ങൾ ആലോചിക്കാൻ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി തീരില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ടോപ്പിക്കും ഭയങ്കരമായിട്ട് കൃത്യമായി പഠിച്ചില്ലെങ്കിലും പഠിച്ച സാധനങ്ങളുടെ അല്ലെങ്കിൽ നോക്കുന്ന സാധനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വയ്ക്കുക. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് കയ്യിൽ വയ്ക്കുക. കാരണം ടെക്സ്റ്റും നോട്ടും ചേർത്ത് നിങ്ങൾക്ക് പോയിന്റ്സ് നോട്ട് ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എക്കണോമിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഞാനും കുറച്ച് എക്കണോമിക്സ് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് കുറച്ച് നമ്മുടെ ടിപ്സും സ്ട്രാറ്റജീസും വെച്ച് എഴുതിയാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ പ്യുവർലി ഫ്രം എ പോയിന്റ് ഓഫ് എക്സാം പാസ്സാവണം എന്നൊരു ഐഡിയയിലാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് എക്സാമിന് ഭയങ്കര മാർക്കല്ല, നമ്മൾ സബ്ജക്റ്റാണ് മനസ്സിലാക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഇത്രയും സ്ട്രാറ്റജിക്കലി നോക്കണം എന്നില്ല. സമാധാനത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് പോയാലും നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടും. കാരണം ഇഗ്നോൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സിമ്പിളാണ്. ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സിമ്പിളാണ്. അതിനകത്ത് ഒരു സർപ്രൈസ് എലമെൻ്റ് ഇല്ല, ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, ഒരു പുതിയ സാധനങ്ങൾ ഒന്നും അവർ ചെയ്യുന്നില്ല. നോർമലായിട്ടാണ് ഒരു മൊത്തത്തിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇടാറുള്ളത്. അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് എഴുതാനോ പഠിക്കാനോ ഒക്കെ എളുപ്പമായിട്ടുള്ളൊരു കോഴ്സാണ് ഇഗ്നോൻ്റെ എക്സാംസ്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ സബ്ജക്ട്സിൽ 4 ഞാൻ അവസാനമാണ് പറയാന്ന്, 4ഉം 6ഉം. 6ന് ഞാൻ പറഞ്ഞു നമുക്ക് ആ ടൈം ഡ്യൂറേഷൻ അത് കുറച്ച് സമയം മതി പഠിക്കാൻ, അതുകൊണ്ടും കൂടിയാണ് 6 അവസാനം വെച്ച്. 4 അവസാനം വെക്കാൻ എനിക്ക് ഒരു റീസണും കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രഡിക്ഷൻസിൻ്റെ ഒപ്പം പോവാതിരിക്കുന്ന ഒരു സബ്ജക്റ്റായി കണ്ടിട്ടുള്ളത് 4 ആണ്. അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻസിനനുസരിച്ചല്ലാതെ 4 പലപ്പോഴും പോകുന്നതുകൊണ്ടാണ് 4 അവസാനത്തേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്ട്രെസ് ഇല്ലാതെ 1, 2, 3, 5 പഠിച്ചൊരു അത്യാവശ്യം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട്, അതുപോലെ സെക്കൻഡ് ഇയർ സബ്ജക്ട്സും കോൺഫിഡൻ്റ് ആയിട്ട് 4 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഫുള്ളായിട്ട് 4ന് ഡിവോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ നടത്താൻ പോകുന്ന ക്ലാസ്സിൽ നമ്മൾ ഒന്ന് ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും എന്ന് പറഞ്ഞാൽ മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും ക്ലാസ്സസ്. രാവിലെ 11 AM to 1 PM, അതുപോലെ ഉച്ചയ്ക്കല്ല രാത്രി 9 PM to 11 PM ആണ് ക്ലാസ്. ഒരാഴ്ചയിൽ 2 സബ്ജക്റ്റും കാണും. അപ്പോൾ മോർണിംഗ് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഈവനിങ് മറ്റേ സബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ദിവസം മോർണിംഗ് 1 ആണെങ്കിൽ ആ ദിവസം ഈവനിങ് 2, അപ്പോൾ അടുത്ത ദിവസം മോർണിംഗ് പിന്നെ 1 വെക്കില്ല, പിന്നെ 2 വെക്കും. കാരണം രണ്ടിനും ഈക്വൽ നമ്പർ ഓഫ് ഡിമാൻഡാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ ടൈമും ഈവനിങ് ടൈമും രണ്ടിനും ഒരേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡിമാൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഒന്നിന് പ്രിഫറൻസ് കൊടുക്കാൻ അങ്ങനെ നിവൃത്തിയില്ലാണ്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും മാറ്റി മാറ്റി വെക്കുന്നത്. ഓക്കെ, പക്ഷേ മിസ്സാവുന്നവർക്ക് എന്തായാലും റെക്കോർഡിങ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഒരിക്കൽ കേട്ടവർ ക്ലാസ് ലൈവായിട്ടോ അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടോ കേൾക്കുന്നവർ, ഞാൻ സജസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ടെക്സ്റ്റിലും നോട്ടിലും നിങ്ങൾ പോയിന്റ്സ് നോട്ട് ചെയ്ത് പിന്നെ അത് നോക്കി പഠിക്കണം എന്നാണ്.
കാരണം റെക്കോർഡിംഗ് കേട്ട് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, നമ്മൾ ചിലപ്പോൾ എല്ലാം ഓർക്കണം എന്നില്ല. ഓക്കെ, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോട്ട് എടുക്കുക, എന്തെങ്കിലും മിസ്സായ സാധനത്തിന് തിരിച്ച് റെക്കോർഡിങ്ങിലേക്ക് വരിക എന്നാണ് എൻ്റെ സജഷൻ. ബട്ട് അഗെയിൻ ഓരോരുത്തരുടെ ഓരോ സ്റ്റൈൽ ഓഫ് ലേണിംഗ് ഉണ്ട്, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് ഞാൻ നോട്ട്സ് തരും. പക്ഷെ എല്ലാ ടോപ്പിക്കും നോട്ട് തരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും എക്സാം പോയിന്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം ഞാൻ നോട്ട്സും തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി ഒന്ന് റെഫർ ചെയ്ത് പഠിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയും, നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിരിക്കും ബെറ്റർ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബ്രെയിൻ, നമ്മൾ സൈക്കോളജി ആണ് പഠിക്കുന്നതെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് ഇമ്പ്രൂവ് ആവുന്നത് നമ്മുടെ please give notification of each day's topic with time on the same day morning. Yes, definitely. തരും. ഞാൻ അതിന് മുമ്പേ തരും. ഓക്കെ, അത് ഞാൻ എന്തായാലും തരുന്നതാണ്. അത് ഞാൻ സബ്ജക്ട് ഗ്രൂപ്പിൽ അത് ഇടില്ല. അത് ഐ വിൽ ഗിവ് ഇറ്റ് യു പേഴ്സണലി. കാരണം ഞാൻ ഗ്രൂപ്പിലേക്ക് ഇന്നത്തെ ഫസ്റ്റ് ഇതായതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടു. ബാക്കി ഇനിയുള്ളതൊന്നും ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേരീഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് എല്ലാവരും ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഭയങ്കര വേരീഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാവരും ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നെങ്കിൽ സ്പാമിങ് ആയിപ്പോവും, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിപ്പോവും, അല്ലെങ്കിൽ മിസ്സായിപ്പോവും. മൊത്തത്തിൽ വേറെ എല്ലാവരുടെയും വരുന്നുണ്ടെന്നുകൊണ്ട് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ടായിരിക്കും മെസ്സേജ് ഇടാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ ദിവസം എന്താ ഉള്ളതെന്ന്. അപ്പം ഞാൻ ഏർലി തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നാളത്തെ ടോപ്പിക്സ് എല്ലാം ഇന്ന് നൈറ്റ് തന്നെ ഞാൻ ഇടും. ഓക്കെ, ഏതൊക്കെയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എന്നാൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ ഇട്ടോളാം. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, എൻ്റെ നമ്പർ നിങ്ങൾ വാട്സാപ്പിൽ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, വാട്സാപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കണം. ബിക്കോസ് എന്നാൽ മാത്രം ഞാൻ ബ്രോഡ്കാസ്റ്റ് ആയിട്ടായിരിക്കും, ഒരു സബ്ജക്റ്റിനുള്ളവർക്ക് ബ്രോഡ്കാസ്റ്റ് ആയിട്ടായിരിക്കും മെസ്സേജ് ഇടുക. അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ആ ജോയിനിങ് ലിങ്കും അതുപോലെ റെക്കോർഡിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും അൺനെസറി സ്പാം ആയിപ്പോവും. ഓക്കെ, നോട്ട്സിൻ്റെ കാര്യവും പറഞ്ഞു. അപ്പോൾ നോട്ട്സ് ഇതുപോലെ ആയിരിക്കും തരാം. പിന്നെ റിവിഷൻ ഒരു എല്ലാ സബ്ജക്റ്റിനും അതുപോലെ ഒരു റിവിഷനും കൂടെ ചെയ്യും. അപ്പം നിങ്ങൾക്കും ഡിസ്കസ് ചെയ്യാനോ, കാരണം എല്ലാ ദിവസവും ക്ലാസ്സിൻ്റെ കൂടെ നമുക്ക് ഡിസ്കഷൻ പറ്റുന്നത്ര ചെയ്യാൻ പറ്റുള്ളൂ. കുറേ അധികം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ഡൗട്ട്സും ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും ഡിസ്കഷൻ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു 5-10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ആണെങ്കിൽ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും ബോറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കാം, ഇൻറ്റൻസ് ആയിരിക്കാം. അപ്പം അതുകൊണ്ട് ഡെയിലി വെക്കുന്നില്ല. പകരം എൻഡിൽ ഓരോ സബ്ജക്റ്റിനും റിവിഷൻ വയ്ക്കാം. മോസ്റ്റ്ലി നമുക്കൊരു 8 to 10 ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് ഒരു സബ്ജക്റ്റിന് നമുക്ക് ഒരു 4 മുതൽ 5 ക്ലാസ്സാണ്. ഒരു ക്ലാസ്സിൽ 2 ടോപ്പിക്ക് കവർ ചെയ്യും. ഓക്കെ, 2 യൂണിറ്റ് കവർ ചെയ്യും. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ വളരെയധികം സ്പൂൺ ഫീഡ് ചെയ്തല്ല പഠിപ്പിക്കുന്നത്. എന്താണ് ആ ടോപ്പിക്കെന്നും എങ്ങനെ അത് പഠിക്കാമെന്നും അതിനകത്ത് ടോപ്പിക്സ് എന്താണെന്നുള്ളതിനെ പറ്റി നന്നായിട്ട് ക്ലാരിറ്റി തരികയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് എങ്ങനെ എഴുതാം എന്നുള്ളത് പറയും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെയായിരിക്കും ഓരോ ടോപ്പിക്സും എടുക്കുന്നത്. സോ ഇത്രയും വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ആൻസർ ചെയ്യാൻ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്ത സബ്ജക്ട്സിന്റെ ലിങ്ക് അങ്ങനെ തരാമെന്നാണോ പറഞ്ഞത്? അതോ അതെ 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 ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാല് ഓരോ ദിവസവും ഇന്ന ടോപ്പിക്, ഇപ്പോ ലിങ്ക് തരാനല്ല, ജസ്റ്റ് ടോപ്പിക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ഇന്ന് ഇപ്പൊ വീക്ക് 1 ആദ്യം യൂണിറ്റ് 1 എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് അന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്ത് പോണ ടോപ്പിക് നമ്മളുടെ വരാറായോ എന്ന് ഏകദേശം ഒരു ഐഡിയ വരുമല്ലോ. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ആയോ? സബ്ജക്റ്റ് ആണ് ഉദ്ദേശിച്ചത്. സബ്ജക്റ്റ് ആണോ ടോപ്പിക് ആണോ ഉദ്ദേശിച്ചത്? സബ്ജക്ട് മാത്രം, ലിങ്ക് ഷെയർ ചെയ്യാനല്ല. സബ്ജക്റ്റ് ഞാൻ ഡെഫിനറ്റ്ലി ഇടാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ടോപ്പിക് ഓരോന്നും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഭയങ്കര മടുപ്പാവും, ബുദ്ധിമുട്ടാവും, അത്രേ ഉള്ളൂ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആണോ ക്ലാസ്സസ് ഉണ്ടാവുന്നത്? നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈമറിലി എനിക്ക് അറിയാൻ പറ്റുന്നത് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെയധികം യൂസ് ചെയ്യും.
കാരണം again ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഇപ്പം ചില സബ്ജക്ട്സ് ഉണ്ട് നമ്മുടെ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു സെക്കൻഡ്, സോറി. ഫോർ എക്സാമ്പിൾ നമ്മുടെ 3 എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഓക്കെ, 3 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് വളരെ സ്ട്രിക്ട്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുന്നേക്കാട്ടിലും അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളതും കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര കാണുന്നവർക്കും എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിളും ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സബ്ജക്ട്സിനൊക്കെ കുറച്ചും കൂടെ അഡീഷണൽ ഇൻഫർമേഷൻ തരാം. അല്ലാത്ത സബ്ജക്ട്സിന് കുറേയും കൂടെ നമ്മൾ സ്ട്രിക്ട്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വെച്ച് പോകാനാണ് ഞാൻ ട്രൈ ചെയ്യുക. അതായിരിക്കും ഈസിയർ നമുക്ക്. ഹലോ, ആ, പറഞ്ഞോ. എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ റിഗാർഡിങ് ഈ അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ആ. അതായത് ഞാൻ എന്നെപ്പറ്റി 3 വരെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. അപ്പൊ 4 ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാൻ ഹാഫ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ 2025 ആണ് എടുക്കുന്നത്. ഞാൻ MFPC 23 സ്റ്റുഡന്റ് ആണ്. ആ, 23 ജൂലൈയില്. അതെ. അപ്പം ഞാൻ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ചെയ്യണം? 23 ജൂലൈയിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത്, പക്ഷെ ഇപ്പം എക്സാം ഇപ്പോഴല്ലേ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതെ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ 25 ക്വസ്റ്റ്യൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ 23 സ്റ്റുഡൻറ്റിന് നമ്മൾ ആക്ച്വലി 24 ജൂൺ എക്സാം തൊട്ട് നമ്മൾ ക്വാളിഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്പോൾ അന്നേരം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് December 25 എക്സാം എഴുതാം. പിന്നെ രണ്ടാമത്തെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ അന്ന് സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അസൈൻമെൻറ്റ് ചൂസ് ചെയ്യുക. 25 അസൈൻമെൻറ്റ് ചൂസ് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ലേറ്റസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ അത് ചെയ്യണം? അതെ, ലേറ്റസ്റ്റ്, കറക്റ്റ്. നമ്മളുടെ ഏത് ഇയറിലാണോ എക്സാം എഴുതുന്നത് ആ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഞാൻ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിരുന്നില്ല, പക്ഷെ ക്ലാസ് പാർട്ടിസിപ്പേറ്റ്. നമുക്ക് ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട്. ഇല്ലെങ്കിൽ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ഇട്ടാലും മതി, ഞാൻ ഇട്ടുതരാം ലിങ്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ഞാൻ ഗൂഗിൾ ഫോമിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സോ ദാറ്റ് നിങ്ങളുടെ 2 കാര്യങ്ങളാണ്. എനിക്ക് ഒന്ന് ഫോൺ നമ്പർ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാൻ പറ്റും മിസ്സാവാതെ, കറക്റ്റ് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് റെക്കോർഡിംഗ് വരുമ്പോൾ അത് നിങ്ങളുടെ ഇമെയിലിലേക്കും അതിൻ്റെ ലിങ്ക് അയച്ചു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്കത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഗൂഗിൾ ഫോം ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും നിങ്ങളുടെ ഇമെയിലും ചോദിച്ചിട്ടുണ്ട്. ഞാനിത് എടുത്ത് പറയുന്ന വേറൊരു കാര്യം, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, നമ്മുടെ MAPCയുടെ ഗ്രൂപ്പിൽ പലപ്പോഴും ഞാൻ പോലും ഓരോന്നും ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റുഡൻസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അവരുടെ റോൾ നമ്പർ ഹൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ റോൾ നമ്പറാണ് നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ. അത് നിങ്ങളും പരമാവധി എവിടെ ഇടാതിരിക്കുക. ഞാനും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റോൾ നമ്പർ ആരുടെയും ചോദിക്കുന്നില്ല. ഓക്കെ, അതാണ് എൻ്റെ അടുത്ത് അത് ഒരാൾ ചോദിച്ചിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ പലരോടും ഇമെയിൽ ID ഇടാൻ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇടുന്നതിൽ സേഫ് ആണോ അല്ലേന്ന് അറിയാൻ. നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ ID അല്ലാതെ നമുക്ക് ഇമെയിൽ ID ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഒന്നിനു വേണ്ടിയിട്ടും. പക്ഷേ ഫോൺ നമ്പറാണ് മിസ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ റോൾ നമ്പർ നിങ്ങൾ എവിടെയും വെളിയിൽ അൺനെസറി ആയിട്ട് ഇടാതിരിക്കുക. വേറെ എന്ത് ചോദിച്ചു ആരോന്ന് തോന്നുന്നു ഇടയ്ക്ക്. ഞാൻ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതേ ഇപ്പോ എഴുതുന്ന എക്സാമിന് ബേസ് ചെയ്തിട്ടാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തത്. ബാക്കി ഒരു 3-4 സബ്ജക്റ്റും കൂടി ഉണ്ട് ആക്ച്വലി. ഞാൻ ഇപ്പൊ എക്സാം എഴുതാത്ത അടുത്ത പ്രാവശ്യത്തേക്ക് എഴുതാന്ന് വിചാരിച്ച് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ക്ലാസ് കൂടെ ഞാൻ ഇപ്പോ അറ്റൻഡ് ചെയ്തത് നല്ലതായിരിക്കുമോ? ഞാൻ സജസ്റ്റ് ചെയ്യും ഇപ്പം അറ്റൻഡ് ചെയ്യണ്ട, ഇപ്പോഴത്തെ എക്സാം ഫോക്കസ് ചെയ്തോ. ഒന്നെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് എടുത്തോ ബാക്കിയുള്ള സബ്ജക്ട്സിന്, അല്ലെങ്കിൽ അന്നേരം ലൈവ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് എടുത്തോ. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്.
ആ ഇനിയും ഇതുപോലെ വീണ്ടും ചെയ്യാൻ വിചാരിക്കുന്നുണ്ടോ? ആ കാവ്യ ഇനി ഞാൻ ക്ലാസ് കാരണം എടുത്തില്ലെങ്കിലും എൻ്റെ അടുത്ത് ഞാൻ കുറെ പേര് ചോദിക്കാം. ഇംഗ്ലീഷിലും ചോദിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ക്ലാസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇംഗ്ലീഷിലും ഒരു സെറ്റ് ക്ലാസ് ഡീറ്റെയിൽ ക്ലാസ്സും എടുക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇത് എക്സാമിൻ്റെ കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ് എടുക്കാൻ പ്ലാൻ ഉണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഈ എക്സാമിൻ്റെ അടുത്ത് വെച്ച് കുറേ അധികം പേര് ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് നടത്തുന്നത് തന്നെ. ഓക്കെ, ഒരു എമർജൻസി കേസ് എന്നുള്ള രീതിയിൽ ആ ഇപ്പൊ തൽക്കാലത്തേക്ക് മാനേജ് ചെയ്യാനുള്ളത് അല്ലെ? അതെ പിന്നെ അതെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അതെ, എനിക്കത് താല്പര്യമുണ്ട് അങ്ങനെ എടുക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാരണം ക്ലാസ് ആയിട്ട് എടുത്താൽ മാത്രമേ ഞാനും നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യില്ല. ഇപ്പം ഞാൻ സ്വന്തം പഠിച്ചപ്പോൾ പോലും ഞാൻ ടെക്സ്റ്റിൻ്റെ സൈഡിലും അല്ലെങ്കിൽ നോട്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡിലും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണ് നമ്മളായാലും അങ്ങനെ ചെയ്യുള്ളൂ. ആ അതെ അതെ ആ ഓക്കെ, അപ്പം അതുകൊണ്ട് അങ്ങനെ നോട്ട്സും ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഓക്കെ ചെയ്ത് നോക്കാം എന്നൊരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇത് ക്ലാസ് ആയിട്ട് തന്നെ വെച്ചത്. ആദ്യം ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം അത് പറഞ്ഞത്, എക്സാംസിന് ഞാൻ അല്ലാണ്ട് കുറച്ച് പേർക്ക് പഠിപ്പിച്ചു കൊടുത്തു, പക്ഷെ ഞാനും അത്ര സീരിയസ് ആയി എടുത്തിരുന്നില്ല. അപ്പോൾ അത് ആക്ച്വലി യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നോട്ട്സിൽ നിന്ന് കുറച്ച് കിട്ടിയപ്പോൾ അതിൽ നിന്നാണ് ഞാനിപ്പോൾ തിരിച്ചെടുക്കുന്നത്. അപ്പം അന്നിങ്ങനെ ഫോർമലായിട്ട് പ്ലാൻ ചെയ്തില്ല, ക്ലാസ് ആയിട്ട് വെച്ചാലേ നമ്മളത് ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഓക്കെ മാക്സിമം ഓക്കെ ഇത്രേ തന്നെ ചെയ്യുള്ളൂ, ഇതല്ലാതെ ഫോർ എവർ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ എക്സാമിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും, ഒരു റൗണ്ട് ഇംഗ്ലീഷിലും വയ്ക്കും, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റൗണ്ടും വയ്ക്കും, അത്രേ വയ്ക്കുള്ളൂ. ഓക്കെ. Ma'am, my name is Padmini. I am actually have a MP C005 back paper, which I am Okay. planning to attend in December. Okay. So I have in your Google Docs, I have mentioned that. Plus, Okay. I have to write my second year examinations, but those Okay. will be in June. Okay. So when in that Google Docs, when you had asked, I had written of those subjects also. Okay. So what do you suggest? Like I have a in December, I need to write that 005. Okay. So I'll Got it. attend those classes. Okay, But Padmini, let then, me ask you this first. Do you understand yeah, Malayalam? I can understand Malayalam. I can speak also, but then, Okay. yeah. Sure. No, Yeah. just wanted to know because this time my classes will be like this, mix of Malayalam and English. So that's why I No, wanted no, to check. that's okay. That's okay. I followed up to now, right? You were taking the class and I have followed that. That's not an issue. Sure. The No worries. So I'll tell you what you need to do. So Mm. compared to the previous person's case, Anuprabha's case, yours is a bit different. She had multiple subjects to prepare for December exam. Okay. So in your case, since you have only one subject for December exam, if you have the time, I would suggest you can join the classes for 1 or 2 more other subjects also now. But if you don't have, you can then wait and join later. But will you be taking these classes in June? I mean, hope for the so, but June I am not exams, yeah. guaranteeing. Yeah. Because you mentioned that there is one December pattern and one June pattern. Yes. So, yeah. So then I was thinking if I'm going to write my exams in June, how much of that will be helpful actually? See, I would suggest because you have enough time, I would still suggest that, you could listen to the December one and then, you could prepare for the extra one or two, or maybe 4 to 5 topics may be different. Otherwise, the remaining topics will be same for December and June exams. Okay, so I have actually taken counseling as my subjects. Okay. So, and then the common one is obviously applied psychology. So, yeah. So, yeah. And another question, it's like I just thought about it. It's like I've not taken clinical psychology, but then can I attend then those classes? I've not Yes. ticked that in the Yes, Google yes. Docs. Yeah, Yes, you but can can. I? Yeah, Okay, you yeah. just need to update me so that I'll note down your case. Yeah, okay, yeah. So and then I pay now, and then again will I be have to pay now in June, or like how does No, that no, work? no. Okay, okay then. Yeah. But Okay then. even then, I would suggest pay only before the week, okay? Don't pay in advance. Yeah, okay, I get. Yeah, I got it. Yeah, okay, thanks. Thank you. Sure. സോ ഞാനത് ആ പോയിന്റും കൂടെ 1-2 പേര് ചോദിച്ചുകൊണ്ട് ഞാനത് മുമ്പേയും എന്നോട് പേഴ്സണലി ചോദിച്ചിരുന്നു. അപ്പം ഞാനിതൊരു എന്താ പറയുക, ഇതൊരു ജോലിയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന സാധനമല്ല. ഇങ്ങനെ ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ട് വന്നുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എല്ലാവരും ആദ്യമേ എല്ലാ സബ്ജക്ട്സും ചേർത്ത് പേ ചെയ്യണ്ട. ഓക്കെ, ഓരോ വീക്കിൽ ഏത് സബ്ജക്ട്സ് ആണെന്ന് പറയും. ആ വീക്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പേ ചെയ്താൽ മതി. വെറുതെ നിങ്ങളുടെ ടൈമോ നിങ്ങളുടെ മണിയോ വേസ്റ്റ് ചെയ്യേണ്ട. ക്ലാസ് കൺഫേം ആണെന്ന് ഉറപ്പ് വന്നിട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ 100% കൺഫേം ആണ്, നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് ഉറപ്പ് വന്നിട്ട് പേ ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ 046 അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ കാര്യം ചോദിച്ചതും അത് ഞാൻ ക്ലാസ്സസ് എന്തായാലും ഡിസംബർ എക്സാമിന് മുമ്പേ നടത്തുന്നില്ല. ബിക്കോസ് ഞാൻ പ്രോജക്റ്റ് ആയിരുന്നു, അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ബുക്കില്ല. അപ്പോൾ ബുക്കില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് നോക്കാൻ പറ്റിയിട്ടില്ല, പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ പോസിറ്റീവ് സൈക്കോളജി ആഫ്റ്റർ മിഡ് ഡിസംബറേ നടത്തുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞതാ, പത്മിനി പറഞ്ഞതുപോലെ ആൾക്കാർ അവരുടെ അടുത്ത് ക്ലിനിക്കിൽ എടുത്തിട്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തോട്ടെ, കൗൺസിലിംഗ് എടുത്തിട്ട് ക്ലിനിക്കിൽ അറ്റൻഡ് ചെയ്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്തോളൂ, അതിൽ പ്രോബ്ലം ഇല്ല. വേറെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടോ? വേറെ എന്തെങ്കിലും ക്വയറീസ് ആർക്കെങ്കിലും ഉണ്ടോ? ഒരു കാര്യം കൂടെ, ഈ ക്ലിനിക്കലും കൗൺസിലിങ്ങും 2 ടൈപ്പ് ഉണ്ടല്ലോ. ആക്ച്വലി അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ അതിൽ പ്രാക്ടിക്കൽ യൂസസ് എങ്ങനെയാ വരുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി അസസ്മെന്റ്. ഓക്കെ, ഒരാൾക്ക് എന്താണ് സൈക്കോളജിക്കലി അവരുടെ സ്റ്റേറ്റസ്, അല്ലെങ്കിൽ അവരുടെ സൈക്കാട്രിക് അല്ല, സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ആണ് നമ്മൾ ക്ലിനിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുറേ ടെസ്റ്റുകൾ, ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ബേസിക് കാര്യങ്ങൾ ലൈക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ഒരാളുടെ അസസ് ചെയ്യുന്ന ക്വസ്റ്റ്യനേഴ്സ് തൊട്ട് അവരുടെ അസുഖങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയി പഠിക്കുന്ന, അതിൻ്റെ സിംറ്റംസ് അതൊക്കെ കൂടെ പഠിക്കുന്നതും അതെല്ലാം മനസ്സിലാക്കുന്നതും, ഈവൻ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് സെറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്റ്റാണ് നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജി. ഓക്കെ, കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരാൾക്ക് സൈക്കാട്രിക് അസസ്മെന്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് തെറപ്പി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇനീഷ്യലി അവരുടെ എന്താണ് അവരുടെ സിറ്റുവേഷന് അസസ്മെന്റ് ചെയ്യാനുള്ള ഡിസ്കഷൻ, ഇതിനെയൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞത്. ആ കൗൺസിലിംഗ് ചെയ്യുന്ന ഭാഗം വരുന്നതാണ് നമുക്ക് കൗൺസിലിംഗ് സൈക്കോളജി. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഒരാൾ വരികയാണ്, നമ്മുടെ അടുത്ത് ഒരു ക്ലയൻറ്റ് വരികയാണ്. ക്ലയൻറ്റ് വന്ന് വെറുതെ നമ്മളോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്ന ഇനീഷ്യൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അത് നമുക്ക് ക്ലിനിക്കൽക്കാരും ചെയ്യും, സൈക്കാട്രിസ്റ്റും ചെയ്യും, കൗൺസിലിംഗുകാരും ചെയ്യും. അത് കഴിഞ്ഞ് അവർക്കൊരു അസുഖമുണ്ടോ, അതിന് മരുന്ന് വേണോ, അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് നമ്മുടെ സൈക്കാട്രിസ്റ്റാണ്. പിന്നെ അവർക്ക് അസുഖമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ ട്രേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ ട്രേറ്റ്സിനെ പറ്റി മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനേഴ്സിനോ ഇൻവെൻട്രീസിനോ അസസ്മെൻറ്റ് കിറ്റ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അവരെ ക്ലിനിക്കലി അസസ് ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യും. ഇനി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് യൂഷ്വലി തെറപ്പി കൊടുക്കാറുള്ളത്. നമ്മൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, CBT എന്ന് പറയുക, അല്ലെങ്കിൽ REBT എന്ന് പറയുക, അങ്ങനെ പല തെറപ്പികളും നിങ്ങൾക്ക് കേട്ടാണ്, EFT. അപ്പോൾ ഇങ്ങനത്തെ പല തെറപ്പികളും തെറപ്പികൾ കൊടുക്കാറും സാധാരണ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്മാരുണ്ട്. പക്ഷേ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്മാരും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അവർ തെറപ്പി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരും പല കേസസിലും പല തെറപ്പികളും കൊടുക്കാറുണ്ട്. ഓക്കെ, കൗൺസിലിംഗ് പ്രൈമറിലി നമ്മൾ അതിനെ കാണുന്നത് അവിടെ നമ്മൾ അസുഖമുണ്ടോ, നമുക്കിപ്പോൾ കണ്ടിന്യൂസ്ലി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾക്ക്, വളരെ ഡീറ്റെയിൽ ആയിട്ട് കൗൺസിലിംഗ് പഠിച്ച ഒരാൾക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഓക്കെ ഇയാൾക്ക് ഡിപ്രഷൻ ഉണ്ട്. പക്ഷേ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അത് ഡിപ്രഷൻ ആണ് എന്ന് വിലയിരുത്തി അതിനെ അസസ്മെന്റ് ചെയ്യുന്നത്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അതൊരിക്കലും ചെയ്യാൻ അലൗഡ് അല്ല. ഇനി നമ്മുടെ കോഴ്സിലെ ക്ലിനിക്കൽ എടുത്താലും നമ്മളത് ചെയ്യാൻ അലൗഡ് അല്ല. കാരണം നമ്മുടെ മാസ്റ്റേഴ്സ് കോഴ്സിലെ ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞവരെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അതിനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് MPhil ക്ലിനിക്കൽ സൈക്കോളജി ചെയ്തവർക്ക് മാത്രമേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ടിൽ നൗ അത് പോസിബിൾ ആയിരുന്നു. ഇനി മുതൽക്ക് അതില്ല. ഇനി മുതൽക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി NEP പ്രകാരം നമുക്ക് ഫുൾ ടൈം കോഴ്സ്, അതായത് നമുക്ക് +2 സയൻസ് എടുത്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് നമ്മുടെ UGയും PGയും രണ്ടിലും സൈക്കോളജി ചെയ്തിട്ടുണ്ടാവണം. ഡിസ്റ്റൻസ് ആവാനും പാടില്ല. ഇത്രയും കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് MPhil ചെയ്യുമ്പോൾ, ഇപ്പോൾ MPhil എന്നല്ല അതിൻ്റെ പേര്, അതിൻ്റെ പേര് ആക്ച്വലി MA എന്നോട്ട് പുതിയ സ്കീമിൽ അതിൻ്റെ പേര് MA എന്നാണ്. ആ കോഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുന്നത്. പക്ഷെ 25 വരെ നമുക്ക് പറ്റുമായിരുന്നു ഇഗ്നോന്ന് പഠിച്ചവർക്കും. പിന്നെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് ബാച്ചിലേഴ്സ് നമുക്ക് സൈക്കോളജി ഇല്ലെങ്കിലും
നമുക്ക് MPhil ചെയ്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ ഇതുവരെ പറ്റുമായിരുന്നു. ഇനി നമുക്കത് പറ്റില്ല. നമ്മുടെ ബാച്ച് തൊട്ടുള്ളവർക്ക് എന്തായാലും അങ്ങനൊരു വഴി ഇല്ല. അതാണ് അതിൻ്റെ ഡിഫറൻസ്. Okay, thank you. Sure. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ആരും സംശയങ്ങളൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഹലോ, പറഞ്ഞോളൂ. 2027 ജൂലൈയിൽ ഇപ്പൊ 23 ബാച്ച് 2027 മുന്നേ കംപ്ലീറ്റ് ചെയ്യണ്ടേ ഇതെല്ലാം പ്രാക്ടിക്കലും? അതെ അതെ അല്ലേ, അതല്ലേ ലാസ്റ്റ്? അതെ 4 years ആണ് നമ്മുടെ കോഴ്സ് വാലിഡിറ്റി. ഇപ്പോൾ 23 ജൂലൈ ആണെങ്കിൽ 27 ജൂൺ എക്സാമിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം തീർത്തിട്ടുണ്ടാവണം. പക്ഷേ ഓൾസോ മുമ്പത്തേക്ക് ഒരു സിറ്റുവേഷനിൽ നമുക്ക് 27 ജൂണിൽ തീർക്കാം. പിന്നെ നമുക്ക് വളരെ റയർ കേസസിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് പിന്നെയും ഒരു 2 years വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഐ വുഡ് സജസ്റ്റ് അങ്ങനെ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്കൊല്ലം തൊട്ട്, അതായത് 25 ജൂൺ തൊട്ട് സൈക്കോളജി MA സൈക്കോളജി കോഴ്സ് ഇഗ്നോനില്ല. ഓക്കെ, പുതിയ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഓൺലൈനുള്ള എല്ലാ കോഴ്സും, ഓൺലൈനും ഡിസ്റ്റൻസുമായിട്ടുള്ള എല്ലാ സൈക്കോളജി കോഴ്സും ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 24 ഡിസംബർ വരെ ഉള്ള എല്ലാ കുട്ടികളും വാലിഡ് ആണ്. അവരുടെ കോഴ്സ് വാലിഡിറ്റീനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 23 ജൂലൈ ആണ്, പ്രശ്നമില്ല. 24 ജനുവരിയും 24 ഡിസംബറിലുള്ളവരെയും എഫക്റ്റ് ചെയ്യില്ല. ഈവൻ 24 ഡിസംബർ അല്ല, 25 ജനുവരി, ജൂലൈയും ജനുവരിയാണ് നമ്മുടെ ബാച്ച്. അപ്പോൾ 23 ജൂലൈ നമ്മുടെ ബാച്ച്, അത് കഴിഞ്ഞ് വരുന്ന Jan 24, അത് കഴിഞ്ഞ് വരുന്ന ജൂലൈ 24, അത് കഴിഞ്ഞ് വന്ന് Jan 25. ഇത്രയും ബാച്ചസിന് കുഴപ്പമില്ല, അവരുടെ കോഴ്സും വാലിഡ് ആണ്. ഓക്കെ, പക്ഷേ എന്നാലും നമ്മൾ അതിനെക്കാട്ടിലും വൈകിക്കാതെ ഇരിക്കുക. കാരണം ജനുവരി 25, അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത ബാച്ചിൻ്റെ അവർക്ക് 2 വർഷം കഴിയും ഡിസംബർ 26 ആകുമ്പോൾ. ഓക്കെ, അതായത് അതിനുശേഷം നമ്മൾ വൈകിക്കാതെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇഗ്നോ എക്സാംസും ക്ലാസ്സസും ഒന്നും കണ്ടക്ട് ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പരമാവധി ഡിലേ വരുത്താതെ ഇരിക്കാൻ നോക്കുക. ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കലിന്റെ പേരുണ്ട്, പക്ഷെ അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അടുത്ത അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും നമ്മൾ അവൈലബിൾ ഉള്ള സമയത്ത് കലൂരിൽ കോണ്ടാക്ട് ചെയ്ത് അവർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമോ? അതെ അതെ, ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും എമർജൻസി കേസ് കാരണമാണ് നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കലൂരിലൊന്ന് പോയി പറഞ്ഞു നോക്കുക. ചിലപ്പോ അവർക്ക് ചില ബാച്ചസിലൊക്കെ ആള് കുറവാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റിന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത് മാം ജോയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പറ്റില്ല, നിങ്ങൾ ജൂനിയർ ബാച്ചിന്റെ കൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ജൂൺ ബാച്ചിന്റെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഓക്കെ, വിച്ച് മീൻസ് നമ്മുടെ ജൂനിയർ ബാച്ചിന് നടക്കാൻ ഇനിയും വൈകും. അത് മാത്രം നിങ്ങളൊന്ന് ഓർക്കണം എന്നുണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ്സസിന് അവിടെ എന്തൊക്കെയാണ് അവിടെ ചെയ്യിപ്പിക്കുന്നത്? ആ ഒരു 4 ദിവസം ഒരു കോഴ്സ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ കേട്ടില്ല? പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഇല്ലേ, അതൊരു 3 days ക്ലാസ് ആണല്ലോ. അപ്പൊ അവിടെ എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അതൊന്ന് കംപ്ലീറ്റ് ഒരു ഓർഡർ ഒന്ന് പറഞ്ഞുതരാമോ? അവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്? പ്രാക്ടിക്കൽ ക്ലാസ്സസിന്റെ കാര്യം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യില്ല, കാരണം അത് കുറേ അധികം പറയാനും ഉണ്ട്. മാത്രമല്ല അത് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, കുറേ അധികം ഉണ്ട് പറയാൻ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഐ തിങ്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി നാളെ തൊട്ട് ക്ലാസ്സസിൽ കാണാം കേട്ടോ. താങ്ക് യു കാവ്യ.